ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ CB350ൻ്റെ ഡിസ്ക് പാഡ് എങ്ങനെ റിയർ ഡിസ്ക് പാഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ് നോക്കുന്നത് ഈ വീഡിയോയിൽ. അത് വളരെ സിമ്പിളാണ്. അതിന് വേണ്ടി നമുക്ക് ആ ഡിസ്ക് പാഡ് മാറ്റാൻ വേണ്ടി സാധനം 8-ൻ്റെ ടി വേണം, ഒരു 5-ൻ്റെ അല്ലെങ്കിൽ വേണം. ആ രണ്ട് സാധനം മാത്രം മതി. അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ പോയി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഈ ഒരു കാലിബർ ഉണ്ടാകും ബാക്ക് ഡിസ്കിൻ്റെ ബ്രേക്കിൻ്റെ. ആ കാലിബറിൻ്റെ അവിടെ ഡബ്ബറിൻ്റെ ഒരു ഒരു കപ്പ് ഉണ്ടാകും കേട്ടോ. ആ ഡബ്ബർ കോട്ടിങ് കപ്പ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാൻ പുറത്തേക്ക്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ചളിയും വെള്ളമൊന്നും കയറാണ്ടിരിക്കാനാണ്, ആ ത്രെഡ് കംപ്ലീറ്റ് ആകാണ്ടിരിക്കാനാണ് ആ ഒരു ടോപ്പ് അവിടെ കൊടുക്കുന്നത്. എന്നതിന് ശേഷം നമുക്കൊരു 5-ൻ്റെ എല്ലെങ്കിയാണ് ആവശ്യമില്ല. കണ്ടോ, അങ്ങനത്തെ ഒരു 5-ൻ്റെ എല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് നമ്മൾ ലൂസാക്കി കൊടുക്കുക. ലൂസാക്കിയിട്ട് ആ ഒരു പിന്നുണ്ടാവും ഡിസ്കിൻ്റെ. ആ പിന്ന് കൈകൊണ്ടൊന്ന് കണ്ടോ ലൂസാക്കിയിട്ട് തിരിക്കാൻ പെട്ടെന്ന് ഇങ്ങനെ റിട്ടേൺ തിരിച്ച് പോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു ഡിസ്കിൻ്റെ പേഡ് കൊടുക്കുന്നതിൻ്റെ സെൻറ്ററിലൊരു പിന്നുണ്ടാവും. ആ ഒരു പിന്നാണ് ഈ ഒരു ബോൾട്ട്. അത് നമ്മൾ സിമ്പിളായിട്ട് ആ ഫുള്ള് തിരിച്ച് റിട്ടേൺ ഒരു കഴിയുക. ബാക്കോട്ട് ഫുള്ള് തിരിച്ചാൽ നല്ല അല്ലെങ്കിൽ ഒക്കെ എടുക്കണം. സ്ലിപ്പ് അല്ലെങ്കിൽ ഒന്ന് എടുക്കുക, ലോക്കൽ അല്ലെങ്കിൽ ഒന്ന് എടുത്ത് വരിക. അങ്ങനെ ആകുമ്പോൾ സ്ലിപ്പായാലൊക്കെ പിന്നെ റിസ്ക്കാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ത്രെഡ് പോയാൽ അയക്കാനൊന്നും കിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അവിടെ അല്ലെങ്കിൽ എടുത്തിട്ട് നല്ല ഇളക്കിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഊരിയെടുക്കണ്ടോ. ഇങ്ങനത്തെ എല്ലെങ്കിയാണ് അതിൻ്റെ ഒരു ഫിക്സ് വരിക, അതിൻ്റെ ഉള്ളിലത്തെ ഡിസ്ക് പേഡ് നിൽക്കാനല്ലേ. അവിടെ ഊരിയ ശേഷം നമ്മൾ ആ ഒരു ഡിസ്ക് പേഡ് താഴോട്ട് വലിച്ചാൽ സിമ്പിളായിട്ട് വരാൻ കിട്ടും. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ കുറച്ച് ടൈറ്റ് ഉണ്ടാവും, ഒന്ന് ഇളക്കി പ്ലെയർ ഇട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വലിച്ചാൽ മതി. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അങ്ങനെ വലിച്ചിട്ട് പെട്ടെന്ന് വലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണെന്ന്. കണ്ടോ, ഡിസ്ക് പേഡ് കംപ്ലീറ്റ് തീർന്ന് പോയിക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ പുതിയ കാണിച്ചു തരാം. നല്ലോണം തീർന്ന് പോയിക്കുന്നത്. നമ്മൾ ബാക്കിൽ നിന്ന് നോക്കിയാൽ അറിയാം നമുക്ക് ഡിസ്ക് പേഡ് കഴിഞ്ഞതാണെന്നില്ലണ്ടോ. മറ്റേതും ബാക്കോട്ട് നേരെ വലിച്ചാണ്ടോ അതിൻ്റെ ഗ്രിപ്പൊക്കെ പോയിട്ട് ഇരുമ്പ് എരിയാൻ അയക്കുന്നുണ്ട്. ഇനി ഈ ഡിസ്ക് പേഡിൻ്റെ വില എന്ന് വെച്ചാൽ 873 റുപ്യാണ്. കമ്പനി ഡിസ്ക് പേഡ് എന്നാണ് നമ്മൾ വാങ്ങിയത്. അതുകൊണ്ട് കമ്പനി ഒന്നുണ്ടാകുന്ന നോക്കുക, എന്നാൽ പെട്ടെന്ന് തീരുകയും ചെയ്യില്ല. നമ്മൾ കണ്ടോ, ഞാൻ ഡിഫറൻറ്റ് കാട്ടിത്തരാം. കണ്ടോ, പഴയതും ഇതുമായിട്ടില്ലേ. കണ്ടോ, അത്രേ ഒരു ML ആ കാസ്റ്റ് ഒരിഞ്ഞ് പോയിക്കുന്നത്. നമ്മൾ ഡിസ്ക് പിടിക്കേണ്ട ഒരു ലൈനറിൻ്റെ കണ്ടോ ആ ഒരു മെറ്റൽ ഫുള്ള് തീർന്നു പോയി. നിങ്ങൾ കണ്ടാലെന്നറിയാം. കണ്ടോ, അത്രയും തീർന്നു പോയി. ഇത്ര ഒന്നും ആവാൻ നിൽക്കരുത്. അങ്ങനെ ആയാൽ ഡിസ്കിനൊക്കെ വര വീണാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കയ്യിൽ നിന്ന് പെട്ടെന്ന് മാറ്റി കൊടുക്കുക. അത്ര തീരാണ്ട് ഞാൻ കാണിച്ചത്. എന്നിട്ട് നമ്മൾ ആ ഒരു ഈ കാലിവറിൻ്റെ ഉള്ളിൽ ഒരു പിസ്റ്റൺ ഉണ്ടാവും. ആ പിസ്റ്റൺ കുറച്ച് W40 അടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. W40 അടിച്ചിട്ട് കണ്ടോ ഒരു നനവ് ഉണ്ടാവും. എടുത്തിട്ട് നമ്മൾ നല്ലോണം വേസ്റ്റ് എടുത്തിട്ട് ഒന്ന് തുടച്ചാഞ്ഞാൽ മതി. കണ്ടോ, ഒരു ഇത് പോകാൻ വേണ്ടിയിട്ട് കണ്ടോ വേസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ക്ലീൻ ചെയ്ത് കൊടുത്ത് കാണിച്ചു തരാം. കണ്ടോ, നല്ലോണം ക്ലീനായി. എന്നിട്ട് കുറച്ച് ഓയിൽ അയിമിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. കണ്ടോ, ചെറിയൊരു ഓയിൽ അയിമിൽ ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു പിസ്റ്റണാണ് കാലിവറിൻ്റെ. എന്നിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് കണ്ടോ ഉള്ളോട് ഇങ്ങനെ തള്ളി കൊടുത്താൽ സിമ്പിളായിട്ട് കണ്ടോ അത്രയും സിമ്പിളായിട്ട് ഉള്ളോട് കയറി കയറും. പിന്നെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലത്തെ വീഡിയോസ് ഇനിയും വരും. ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഉള്ളോട്ട് കണ്ടല്ലോ ഫുൾ അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു കാലിബർ കുറച്ച് ഉള്ളോട്ട് തള്ളി കൊടുക്കുക. എന്നിട്ട് ശേഷം ഡിസ്ക് പേഡ് ഫിറ്റ് ചെയ്യേണ്ടി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, രണ്ടും ഡിഫറെൻറ്റ് ഡിസ്ക് പേഡായിരിക്കും. കൊണ്ട് പേഡ് കണ്ടില്ലേ, ആ ഒരു പോലെ നിൽക്കുന്ന ആ ഭാഗം കണ്ടില്ലേ, അതാണ് നമ്മൾ ഫസ്റ്റ് ഈ സൈഡിൽ വെച്ചെടുക്കേണ്ടി. കണ്ടോ, വീലിൻ്റെ അടുത്തേക്കില്ല ഭാഗത്ത് നേരിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മുന്നിലൊരിതുണ്ടോ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് കണ്ടോ നമ്മൾ പുറത്തേക്ക് വരുന്ന സ്ഥലത്താണ് നമുക്ക് ആ ഒരു പിന്ന് വരേണ്ടി. ഇത് നമ്മൾ കണ്ടാലെന്നറിയാം ഡിസ്കിൻ്റെ ആ ഒരു പിടിക്കുന്ന ഭാഗം കണ്ടില്ലേ, നോക്കി നമുക്കറിയാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു പിന്നുണ്ടാവും. ആ പോലെ നിൽക്കുന്ന ആ പിന്നിൽ അവിടെ ലോക്ക് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക. ഞാൻ മുകളിലൊന്ന് കാണിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് കണ്ടോ, ആ കണ്ടില്ലേ അയമ്മലേക്ക് സപ്പോർട്ട് ചെയ്ത് പോലെ കണ്ടോ അതിൽ കുടുങ്ങി കിടക്കുക. അപ്പോൾ അയമ്മന്ന് വിട്ടു പോകില്ല. പിന്നെ നമ്മൾ ആ ഒരു ഹോൾസിൻ്റെ ലെവലാക്കി വെച്ച് കൊടുക്കുക ഡിസ്ക് പേഡ്. കണ്ടോ, ആ ഒരു പിന്നിൻ്റെ പിന്നെ നമ്മൾ അടുത്തുള്ള ആ സൈഡത്തെ പുറത്തേക്കുള്ള സൈഡത്തെ നമ്മൾ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അത് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ രണ്ട് മോഡലായി വരിക. കൊണ്ട് അങ്ങനെ തന്നെ അത് കയറും. കണ്ടോ, ഒരു ചെറിയൊരു മുന്നോട്ട് കട്ടിങ്ങില്ല ഭാഗം ഉള്ളോട്ട് കയറി കാണാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക് പേഡിൻ്റെ. കണ്ടോ, അങ്ങനെ മുകളിലായിട്ട് നമ്മൾ ആ പിന്നിൻ്റെ ലെവലിൽ വെച്ച് കറക്റ്റോ കൊടുങ്ങുക. കണ്ടോ, ആ പിന്ന് നമ്മൾ ലോക്ക് ഇടുന്ന നമ്മൾ 5-ൻ്റെ എല്ലാം ഇട്ട് അയച്ചില്ലേ അതിൻ്റെ അതേ കണ്ടോ അതിൻ്റെ ലെവലിൽ രണ്ട് ഡിസ്ക് പേഡിൻ്റെ ഹോൾസ് നിൽക്കും. എന്നിട്ട് നമ്മൾ നേരിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ ഒരു പിന്ന് കണ്ടോ നല്ല ഇതാക്കി കൊടുത്തിട്ട് അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആറ് കയറി. എന്നിട്ട് നമ്മൾ 5-ൻ്റെ അല്ലെങ്കിൽ എടുത്തിട്ട് അതുപോലെ ഊരിയ പോലെ എന്നാൽ റിട്ടേൺ ടൈറ്റായി കൊടുക്കുക. അപ്പോൾ ഇത്രേ ഒരു ഇതിൽ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ മാറ്റാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് സ്ലിപ്പാകത്തല്ലെങ്കിൽ ഒക്കെ എടുത്ത് ഉപയോഗിച്ച് അയക്കാനൊക്കെ നോക്കുക. പിന്നെ W40 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് അല്ലെങ്കിൽ വരുന്നതിന് മുന്നേ ഒന്ന് അടിച്ചിരിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ആ ഫുള്ള് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ടൈറ്റ് ആക്കേണ്ടേ ഉള്ളൂ. ആ ടൈറ്റാക്കിയ ശേഷം മേഡിന്
ഒരു ഫുൾ ടൈറ്റ് ആക്കേണ്ട ഒരു മീഡിയം വായിക്കാനില്ല. എന്നിട്ട് വേണേൽ കുറച്ച് ഗ്രീസ് നമ്മൾ ആ ഒരു റബ്ബറിൻ്റെ ക്യാപ്പ് കൊടുക്കുന്നതിന് മുന്നേ ആ ത്രെഡിൽ ഗ്രീസ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഒന്നും കയറാണ്ടക്കാനാണ് ആ ഡബ്ബറിൻ്റെ കോട്ടിങ്. അതുകൊണ്ട് ഇതും കൂടി ചെയ്ത് കൊടുക്കുക. നല്ല അടുത്ത ഇതിൽ നിന്ന് ഊരാനൊക്കെ ഇതാക്കുക. അതിൽ ത്രെഡിൽ എന്തൊക്കെ കയറിയാലൊക്കെ നമുക്ക് അയക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അത് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഇനിയും നമ്മൾ ഇങ്ങനത്തെ വീഡിയോ കൊണ്ടുവരും. അതുകൊണ്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. കണ്ടോ, രണ്ടും ഡിസ്ക് ബ്രേക്കിൻ്റെ ഡിഫറൻറ്റ് രണ്ടില്ല, അത്രയും കട്ടിങ് ഉണ്ട്. ബാക്ക് നോക്കിയാൽ മനസ്സിലാവും.